ഏറ്റവും കൂടുതൽ ഞാൻ കഴിക്കാൻ ആഗ്രഹിച്ചൊരു സാധനമാണ് പറഞ്ഞത്, അതായത് ട്യൂണ ചുക്ക എന്ന് പറയും. നമ്മുടെ ചൂരയുടെ മീറ്റ് മാത്രം എടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് വറ്റൽമുളക് ഇട്ടിട്ട്. അപ്പൊ ആ സംഭവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ചൂര ആയിക്കോട്ടെ കേരായിക്കോട്ടെ, അതിന്റെ തൊലിയെല്ലാം മുറിച്ചു കഴിഞ്ഞ് മീറ്റ് മാത്രം എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യണം കേട്ടോ. മുള്ളു പാടില്ല, മുള്ളുണ്ടാവില്ല ചൂരക്കധികം. അതിനുശേഷം ഞങ്ങളുടെ ഒരു ചെറിയ കിച്ചണാണ് ഈ കാണുന്ന ബോട്ടിന്റെ. സവാളയും അതുപോലെ വറ്റൽമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ മതി നമ്മുടെ ട്യൂണ ചുക്ക് ഉണ്ടാക്കാനായിട്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ മീറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു തവ എടുത്തിട്ട് അതിനെ നന്നായിട്ട് ഉടക്കാട്ടോ. ഉടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പൊടികളാവണ വരെ നന്നായിട്ട് ഉടക്കണം കേട്ടോ, എന്നാലേ അതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇവർ ഇതിനകത്ത് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ മസാലപ്പൊടിയാണ്, അതായത് നമ്മുടെ ചിക്കൻ 65 വറക്കണതിന്റെ ആ ഒരു മസാലപ്പൊടിയില്ലേ, ആ പൊടിയും ജീരകപ്പൊടിയും മാത്രമാണ് ഇവരിടുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വരുമ്പോഴേക്കും നമ്മുടെ ട്യൂണ ചുക്ക ഇവിടെ റെഡി ആയിട്ട്. അടിപൊളിയാണോ? ഇതാണ് നമ്മ പറഞ്ഞ മെയിൻ സാധനം ചുക്കേട്ട. ഇതും രാവിലത്തെ കഞ്ഞിയും കൂട്ടി കഴിക്കാനായിട്ടുണ്ടല്ല, തണുത്ത കഞ്ഞിയും കൂട്ടി കഴിക്കാൻ. ആഹാ.